ഇപ്പോഴേതായാലും കെ രാധാകൃഷ്ണൻ എം പി കൂടിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലാണ് സംസ്ഥാനം ഒട്ടാകെ. ഇപ്പോൾ നമ്മളുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഈ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലൂടെ CPM മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം. നമുക്കറിയാം, ഇടതുപക്ഷ ഗവൺമെൻറ് 2 ടേം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ 2 ടേം പൂർത്തീകരിച്ചത് ഒരു ചരിത്ര സംഭവമായിരുന്നു. തീർച്ചയായിട്ടും 3-ാം ടേമിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ 3-ാം വട്ടവും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുന്നതിന് തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് നിലമ്പൂരിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനവും വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അവശേഷിക്കുന്ന കാര്യങ്ങളുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല. പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷ തുടർച്ച ആ മണ്ഡലത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 3-ാം വട്ടം വരികയും നിലമ്പൂരിൻ്റെ വികസനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിച്ചെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് സ്വരാജിന് തന്നെ വിജയം സമ്മാനിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷ നിറവേറ്റുന്നതിന് തീർച്ചയായിട്ടും എല്ലാ ജനവിഭാഗങ്ങളിലെയും സഹകരണവും സഹായവും കിട്ടും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യമുണ്ടല്ലോ, പ്രത്യേകിച്ചും PV അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം, എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ എത്തിയെന്നൊക്കെ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യം. PV അൻവർ ആ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അൻവർ തന്നെയാണ് കഴിഞ്ഞ നവകേരള സദസ്സിൽ ഞങ്ങളുടെയെല്ലാം മുൻപിൽ ഞങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ വികസന രംഗത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അൻവർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ അൻവറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളി പറഞ്ഞുകൊണ്ട് പോയത്. അപ്പുറത്ത് ചെന്നപ്പോൾ വേണ്ടത്ര സ്വീകാര്യത കിട്ടുന്നുമില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും താൻ ചെയ്തത് അബദ്ധമായി പോയോ എന്ന് ഒരുപക്ഷെ കുറ്റബോധം അൻവറിനെ വേട്ടയാടുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ദിവസം പ്രതിപക്ഷം വലിയ തോതിൽ ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നെന്ന് പറയുന്നത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ലഭിക്കാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് പലരെയും സമീപിക്കുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഇതാകെ മറിഞ്ഞല്ലോ എന്നുള്ളൊരവസ്ഥയിലെത്തിപ്പോൾ അത് തന്നെയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ യാതൊരു പ്രയാസമില്ല. 100 കണക്കിന് സ്ഥാനാർത്ഥികളുള്ള പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വ്യത്യസ്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് സ്വന്തം സ്ഥാനാർത്ഥിയാകട്ടെ, പാർട്ടി സ്ഥാനാർത്ഥിയാകട്ടെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അപ്പോൾ ഏറ്റവും സ്വീകാര്യനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും CPM ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ദിവസം വൈകുമ്പോഴേക്കും ഇതിനേക്കാൾ എത്രയോ വൈകിട്ടുണ്ട് പല ഘട്ടങ്ങളിലും UDF-ലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള പ്രയാസം. ഇതുവരെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള രീതിയിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ലല്ലോ CPM-ലോ ഇടതുപക്ഷത്തിനോ. അതാണ് തർക്കമില്ല. മറുഭാഗത്ത് തർക്കമാണ്, ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ള തർക്കമാണ്. ഇതങ്ങനെയില്ല. സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എപ്പോഴേക്കും പുറപ്പെടുക? നേരത്തെ തന്നെ അവിടെ ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും എനിക്ക് പിന്നെ 46 ബൂത്തിൻ്റെ ചുമതലയുണ്ട്. ആ ബൂത്തുകളിലെല്ലാം തന്നെ പ്രവർത്തനം സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിന് തന്നെയാണ് നിലമ്പൂർ എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂർ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.